ഇന്ന് മുല്ലമുട്ടിൻ്റെ ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇത്തിരി ഒരു പരന്ന ടൈപ്പ് ഹെയർ ബാൻഡാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ മുല്ലമുട്ടൊക്കെ അതിനകത്ത് നല്ല ഉറപ്പിലിരിക്കുക, അതായത് മുല്ലമുട്ട ഇരിക്കാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പോളൻ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ പോളനാണ് എടുത്തേക്കുന്നത്. എനിക്കിത് ഓർഡർ കിട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടേപ്പ് നമുക്ക് ഈ മുല്ലമുട്ടും ഈ പോളനും അതിൽ ചുറ്റി നല്ല ബലത്തിലിരിക്കും ഗ്രീൻ ടേപ്പ് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൂടാതെ ഒരു ഭംഗിയാണ് ഗ്രീൻ ടേപ്പ് ചുറ്റിയത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ മുല്ലമുട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ക്രോസ് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പശ വെക്കുന്നുണ്ട്. പശ വെച്ച് മുല്ലമുട്ടുകൾ ഒട്ടിച്ചതിന് ശേഷം മുല്ലമുട്ടായാലും പോളനായാലും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലാണ് അത് ബലത്തിലവിടെ ഇരിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഗ്രീൻ ടേപ്പൊക്കെ ചുറ്റുമ്പോൾ പശ വെച്ചൊട്ടിച്ച് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗണ്ണിൻ്റെ പശയാകുമ്പോൾ പെട്ടെന്ന് വേഗം ഒട്ടുണ്ട്. മറ്റേ B7000 ആകുമ്പോൾ പിന്നെ കുറേ നേരം ഒട്ടാൻ വേണ്ടിയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ എടുത്തത്. കുറച്ച് ക്ഷമ വേണം മറ്റേ പശ ഒട്ടണമെങ്കിൽ. ഇപ്പം ഞാൻ ഇങ്ങനെ ഓരോ പൂക്കളായി വെച്ചിട്ട് പോളനും വെച്ച് കൊടുക്കുന്നുണ്ട്. പൂക്കൾ രണ്ടെണ്ണം ക്രോസ് ചെയ്ത് വെച്ചിട്ട് പശ തേച്ച് അതിൻ്റെ മുകളിൽ പോളൻ ഒട്ടിച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റണത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒരു ബലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിധം ജസ്റ്റ് ഒത്തിരി ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ചാനൽ നോക്കി ഉണ്ടാക്കി പഠിച്ചിട്ട് അതിനുശേഷം ഒരെണ്ണം ഉണ്ടാക്കി ഞാൻ സ്റ്റാറ്റസ് ഇട്ട്. അപ്പോൾ സ്റ്റാറ്റസിൽ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ ഓർഡർ തരുമ്പോൾ ഉണ്ടാക്കണതാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഉണ്ടാക്കി പഠിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ആദ്യത്തെ ഒന്നും എൻ്റെ അത്ര നല്ലതായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കിയാണ് എനിക്ക് ഇത്തിരി എന്താ പറയുക, കാണാൻ നല്ലതായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചുറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ പശ തേക്കുമ്പോൾ ഈ ഗ്ലൂ ഗണ്ണിലത്തെ പശ തേക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ബാൻഡിലൊക്കെ ആയി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആവണ പശകൾ അപ്പം തുടച്ച് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു വെള്ളപ്പാട് പോലെ അതിലൊട്ടി പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഒരു വിധം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. നോക്കി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കേട്ടോ, ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മുടെ കൂടുതലും ഓണ സമയത്തൊക്കെയാണ് ഇത് പോവുക. പിന്നെ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും വയ്ക്കാനൊക്കെ അങ്ങനെയൊക്കെ ചിലവാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒഴിവ് സമയത്ത് നമ്മളിപ്പോഴുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്ത് അവനവന് വേണ്ടി വരുമാനം കണ്ടെത്താനായിട്ടുള്ള നല്ല മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം. കാരണം കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലേ എനിക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെന്താ, പിന്നെ ഇപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.